കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന ഒരു വിഷയമാണ് ലിപ്സ്റ്റിക്ക്. സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് സ്കൂൾ കുട്ടികൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കരുത് എന്ന് അവർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് സർക്കാരും നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പരിഗണിക്കപ്പെടുകയും അത് ഒരു വിജ്ഞാപനമായിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരുണത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ലിപ്സ്റ്റിക്കിൽ ഹെവി മെറ്റൽസ് അതിൻ്റെ സാന്നിധ്യമുണ്ട്. ലെഡ്, ആഴ്സനിക്, സിങ്ക്, ടൈറ്റാനിയം പിഗ്മെൻറ്റ്സ്, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് കൊച്ചുകുട്ടികളെ ചുണ്ടിൽ പുരട്ടുന്നത് പ്രശ്നകാരിയാണ് എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള പരാമർശം. ഇത് ന്യായീകരിക്കുന്നവർ പറയുന്നത് ഇത് ഒരു സബ് ടോക്സിക് ലെവലിൽ മാത്രമേ ഇതിൻ്റെ സാന്നിധ്യം ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ളൂ എന്നാണ്. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു സർവീസ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിനി യൂണിഫോം വഴി ഞാൻ തിരിച്ചറിഞ്ഞതാണ്. ബാഗിൽ നിന്നും പേഴ്സ് എടുത്തപ്പോൾ ലിപ്സ്റ്റിക്ക് 2 ലിപ്സ്റ്റിക്ക് സ്റ്റിക്കുകൾ ബാഗിൽ നിന്ന് താഴെ പോയി. പക്ഷേ ഞാനത് തിരിച്ചറിയുന്നില്ല, ഇത് ലിപ്സ്റ്റിക്ക് ആണെന്ന് തിരിച്ചറിയുന്നില്ല. ഈ വ്യക്തിയോട് ഞാനിത് പറഞ്ഞു, ഈ 2 സാധനം ബാഗ് താഴെ പോയി. ഇദ്ദേഹം ഇത് മൈൻഡ് ചെയ്തില്ല. കാര്യമെന്ന് വെച്ചാൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ ലിപ്സ്റ്റിക്ക് തിരിച്ചെടുക്കാനായിട്ട് അയാളുടെ അഭിമാനം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര ഗോപ്യമായിട്ട് പേഴ്സണൽ ആർട്ടിക്കിളായിട്ടുള്ള ഈ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ പ്രസക്തിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാര്യം പഠിക്കാനായിട്ട് ക്ലാസ്സിൽ പോകുന്ന ഒരാൾ ഈ ഒരു സെലിബ്രിറ്റി ഒരു റൊമാൻറ്റിക് സീനിൽ ആക്ട് ചെയ്യുന്നത് പോലെ നമ്മൾ സ്കൂളിലോ കോളേജിലോ പഠിക്കാൻ പോകണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു സാമൂഹിക ചിന്ത. ഇനി മറ്റൊരു കാര്യം, ഇതിനു വേണ്ടി ലിപ്സ്റ്റിക്കിന് വേണ്ടി വാദിക്കുന്ന ചില ക്യാൻസർ വിദഗ്ധന്മാർ വരെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ ഈ ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട്. ശരിയാണ്, നമ്മുടെ മണ്ണിൽ ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട്. അത് ഈ ടൈറ്റാനിയം പിഗ്മെൻറ്റുകൾ, സാധാരണ ഈ കളറിങ് ഏജൻറ്റുകളെല്ലാം തന്നെ ടൈറ്റാനിയം ഡെറിവേറ്റീവ്സുകളാണ്. ഇത് നമ്മൾ പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന ഈ ടൈറ്റാനിയം തന്നെയാണ് നമ്മുടെ ഗുളികയ്ക്കും ക്യാപ്സ്യൂളിനുമൊക്കെ കളർ കൊടുക്കുന്നതും ഇത് ടൈറ്റാനിയം തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ പെയിൻറ്റിൽ ഇത് മാസീവ് ഡോസിലായിരിക്കാം, ഈ നമ്മുടെ ഗുളികയിൽ കളർ കൊടുക്കാനായിട്ട് ഇത് മൈക്രോ ഡോസിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് ടോക്സിസിറ്റി ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്കത് വാദിക്കാം. ഇത്തരം ടൈറ്റാനിയം മണ്ണിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ലെഡോ, ഈയമോ ഒക്കെ ഉണ്ടാകാം, ആഴ്സനിക്കും ഉണ്ടാകാം. അപ്പോൾ ഇത്തരം മണ്ണിൽ കൃഷി ചെയ്യുന്ന അരി നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ചോറ് കഴിക്കുകയാണെങ്കിൽ അതിലും ആഴ്സനിക് കണ്ടന്റ് ഉണ്ടാവാം. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കണം. ഒരു 10 വർഷം മുമ്പ് ലോകത്ത് വളരെ വിവാദമുണ്ടാക്കിയ ഒരു വാർത്തയുണ്ട്. നമ്മുടെ ഈ മൾട്ടിനാഷണൽ പൗഡർ കമ്പനി, നമ്മുടെ ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസർ ഉണ്ടാക്കി അതിൻ്റെ പൗഡർ ഉപയോഗിച്ച് ഒരു സ്ത്രീക്ക് ക്യാൻസർ വരുത്തി എന്നുള്ള ഒരു കേസ് അമേരിക്കയിലെ ഒരു കോടതി തീർപ്പാക്കി. ലക്ഷക്കണക്കിന് $, അതിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു എന്നുള്ള വാർത്ത ഏവരും ഓർക്കുമല്ലോ. എങ്ങനെയാണ് ഈ ജോൺസൺ ആൻഡ് ജോൺസൺ പൗഡറിൽ ഈ ആസ്പെറ്റോസിൻ്റെ കണ്ടൻറ് ഉണ്ടായത്? ഈ നമ്മുടെ ടാൽക്കം എന്ന് പറയുന്ന ഈ സംഭവം ഖനനം ചെയ്തെടുക്കുന്നതാണ്. ആസ്പെറ്റോസ് പാളിയുടെ അടുത്തുള്ള ഒരു പാളിയാണ് ഈ ടാൽക്കം പാളി. അപ്പോൾ സ്വാഭാവികമായിട്ടും ടാൽക്കം ഖനനം ചെയ്തെടുക്കുമ്പോൾ അതിൽ ആസ്പെറ്റോസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഈ ആസ്പെറ്റോസിൻ്റെ സാന്നിധ്യമാണ് ക്യാൻസർ ഉണ്ടാക്കിയത് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇത്തരുണത്തിൽ എന്തുകൊണ്ട് ടൈറ്റാനിയം പിഗ്മെൻറ്റിന് ഒപ്പം കാണുന്ന ലെഡിനെയും ആഴ്സനിക്കിനെയും ഒക്കെ നമുക്ക് പ്രശ്നകാരിയായി കണ്ടുകൂടാ എന്നുള്ളതാണ് പ്രശ്നം. ഒരുപക്ഷെ ഒരു ദിവസം ഒരു പ്രാവശ്യം ഇത് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നതായിരിക്കാം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും എല്ലാം നിരന്തരം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ നമ്മുടെ ചുണ്ടിന് നൈസർഗികമായ ഒരു സ്നിഗ്ധത ഉണ്ട്. ഈ പതിവായിട്ട് ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ ആ സ്നിഗ്ധത നഷ്ടപ്പെടും. അപ്പോൾ ചുണ്ട് എപ്പോഴും ഡ്രൈ ആവും. അടിക്കടി ഈ ലിപ്സ്റ്റിക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് പ്രശ്നകാരിയുമാവും. അപ്പോൾ
നമ്മൾ ചിന്തിക്കേണ്ടത് അനാവശ്യമായി ഈ രാസയൗഗികം നമ്മൾ ചുണ്ടിൽ വാരി പൂശണോ എന്നുള്ളതാണ് പ്രാഥമികമായി ചിന്തിക്കേണ്ടത്. അത് പ്രശ്നകാരിയാണോ പ്രശ്നകാരി അല്ലയോ എന്നുള്ളത് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇത് കേട്ടവർക്ക് സ്വയം വിചാരണയ്ക്ക് വെച്ച് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. അതിന് ഒരു ക്യാൻസർ വിദഗ്ധൻ്റെയോ മറ്റോ സപ്പോർട്ട് ആവശ്യമില്ല. ഇനി ഒരു 15 വർഷം മുമ്പ് കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു ന്യൂസ് ക്ലിപ്പ് ഇട്ടിട്ട് ഒരു കമൻ്റ് എഴുതിയിരുന്നു. ആ കമൻ്റ് ഇതാണ്: തൃശ്ശൂരിലെ ഒരു പൾമണോളജിസ്റ്റ് ഈ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന നോക്ഷ്യസ് ഗ്യാസസ് ക്യാൻസർ ഉണ്ടാക്കും എന്നായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം. അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ പ്രചാരകരായിട്ടുള്ള ഇവർക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഈ പ്ലാസ്റ്റിക് കത്തിച്ചത് കൊണ്ട് ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറഞ്ഞത് എന്നാണ്. യഥാർത്ഥത്തിൽ അതിന് പ്രത്യേകിച്ച് പഠനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നോക്ഷ്യസ് ഗ്യാസസിലെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഈ എന്തിനേയും എതിർത്ത് തോൽപ്പിക്കാനും തർക്കിച്ച് ഒരു തിട്ടൂരം നേടാനും ഒക്കെ അരയും തലയും മുറക്കി പുറപ്പെടുന്നവർ അറിയുക, ഈ നമ്മുടെ സമൂഹത്തിൽ ഈ സെലിബ്രിറ്റികളാകാനായിട്ട് എന്തും പറയാം, എന്തും ചെയ്യാം, അതിനെയൊക്കെ ന്യായീകരിക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ ഈ പ്രശ്നത്തിൽ പെട്ടു നിൽക്കുന്നവർക്ക് ഇതൊന്നും സുഖിക്കുന്ന ഒരു സംഭവം ആകത്തുമില്ല. നമ്മുടെ സമൂഹത്തിൽ ഈ ഡിസീസ് വിത്ത് അൺനോൺ എറ്റിയോളജി, അകാരണമായ രോഗങ്ങൾ നിത്യേന അധികരിച്ചു വരികയാണ്. ഈ അകാരണ രോഗങ്ങൾ വരുന്നവർക്ക് പ്രത്യേകിച്ച് യാതൊരു ചികിത്സയുമില്ല. ഇത്തരം ആൾക്കാർക്ക് ഈ അസുഖം അധികരിക്കുന്നതിനോ അത് വരുത്തുന്നതിനോ നിലനിർത്തുന്നതിനോ ഇടയാക്കുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ.